അമ്മേ അമ്മേ നാശം. വരും ഇറക്കാനായിട്ട്. ഓ നാശം പിടിച്ചേട്ടു. സുധാകരനോ? നമ്മളെ എറണാകുളം മേടിച്ചെന്നാണ്. നമുക്ക് വരാൻ പറ്റില്ല. നമുക്ക് അങ്കണവാടിലൊരു പരിപാടി ഉണ്ട്. എന്നിട്ട് പോളിപ്പോ പിറന്നാളിന്റെ അന്നപ്പോ വരുന്നൊന്നുമില്ലേ? ഇന്ന് വരൂല. അതിന് ഇന്നലെ പറഞ്ഞോളൂ, അടുത്ത മാസം 2-ാം തീയതി അല്ലേ? നാളെ വരാന്ന് പറഞ്ഞു. ഇത് എവിടുന്നാ മേടിച്ചേ? അങ്ങാടിന്ന് മേടിച്ചു. ഈ കളറൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. ആ വേലക്കാരി ജാനുവിന് ഈ കൊല്ലം ഒന്നും എടുത്തു കൊടുത്തിട്ടില്ല. എന്നാ പിന്നെ തന്നെ ആയിക്കോട്ടെ അല്ലേ? നീ കേറണില്ലല്ലോ, അങ്ങനെ പോവല്ലേ? അല്ലല്ലേ സുധാകര, അനക്ക് നല്ലൊരു ഡ്രസ് ഇട്ടിട്ട് കയറി വന്നൂടെ? എന്തു കോലാത് ഇത്? നിന്റെ കോളനി അല്ല, നീ പണിക്ക് പോണ മാതിരിയല്ല ഇങ്ങോട്ട് വരേണ്ടത്. അവന്റെ ഒരു തുണിയും ബാക്കിയുള്ളവരെ കൊണ്ട് എന്തിനാ അങ്ങനെ പറയിക്കണത്? എന്റെ ഏറ്റവും വലിയ തെറ്റാ എന്റെ മോളെ നിന്നെ കൊണ്ട് കെട്ടിപ്പിച്ചത്. ഇതിപ്പോ മോളും ഇപ്പൊ അങ്ങനെയായി. നിനക്കൊരു ആ പെണ്ണിന് നല്ലൊരു ഡ്രസ്സ് എന്തെങ്കിലും മേടിച്ചു കൊടുത്തൂടെ? കൊണ്ടുവന്ന ആഭരണം മുഴുവനും വിറ്റ് നശിപ്പിച്ച് ഒരു വീടും ഉണ്ടാക്കി അത് കിടക്കുന്നത് കോളനിയിൽ. എന്നിട്ട് പിന്നെ അതന്നെ നിന്നെ കൊണ്ട് പറ്റില്ല ചാലേ ഇവിടെ കൊടുന്നാക്കി തന്നേക്ക്. ഞാനും എന്റെ മക്കളും നോക്കിക്കോളാം. ഇത്ര കഷ്ടപ്പെട്ട് നോക്കണമെന്നില്ല. ഇത് അവളില്ലാത്തപ്പോഴേക്ക് പറയാൻ പറ്റുള്ളൂ നിന്നോട്. അതുകൊണ്ടാ അപ്പൊ പറഞ്ഞത്. നിനക്കെന്താ ഒന്നും പറയാനില്ലേ? നിനക്കൊന്ന് മര്യാദക്ക് ജോലിക്ക് പോയിക്കൂടെ? അല്ലെങ്കിൽ ഞാൻ ആ വിജയേട്ടനോട് പറഞ്ഞിട്ട് വല്ല ഗൾഫിൽക്കോ അല്ലെങ്കിൽ വല്ല വേറെ എവിടേക്കെങ്കിലും പറഞ്ഞേക്കാം. ഇതെന്റെ മക്കളുടെയും നാണക്കേട് ഉണ്ടാക്കാനായിട്ട്. ഓ വല്ല ചായയും കാപ്പി എന്തെങ്കിലും വേണോ? നിക്കുന്ന ഞാൻ കുറച്ച് പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കൊണ്ടേക്കോ. ഇവിടെ നിക്ക്. എന്താ അധികമൊന്നും ഇല്ല, 4000 രൂപ ഉണ്ട്. നീ അവൾക്കും കുട്ടികൾക്കും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് നിനക്കും എടുത്തോ. എന്നിട്ട് കഴിഞ്ഞ ഓണത്തിനും അതിന് മുന്നത്തെ ഓണത്തിനും ഒക്കെ ഈ തന്നെ ആയിരുന്നു ഈ ഷർട്ട് ചെയ്ത് തോന്നിയും. എന്റെ പൊന്നാര സുധാകര, വയ്യാത്ത കാരണം. അതെ അതെ, നീ പണിക്ക് പോണോണ്ട് തന്നെയാ എന്റെ മോള് ഇപ്പൊ അംഗനവാടിക്ക് എല്ലാ ദിവസവും ചോറ് വെച്ച് കൊടുക്കാനായിട്ട് പോണത്. അന്ന് ആ പെണ്ണങ്ങോട്ട് പഠിപ്പിച്ചാൽ മതിയായിരുന്നു, എന്നാ അപ്പൊ അത്ര കഷ്ടം ഉണ്ടായിരുന്നില്ല. അതെ അതെനിക്കറിയാം. നീ കിഡ്നിക്ക് അസുഖമാണ്, തലച്ചോറിന് അസുഖമാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഒന്നിക്കൊന്നിരാടെ ഇരിക്കണ കഥക്കെ എനിക്കറിയാം എന്റെ സുധാകര. എന്റെ മോള് അനുഭവിക്കണ കഷ്ടപ്പാട് ഞങ്ങൾ ഇവിടെ കാണായൊന്നുമില്ല. എത്ര പണ്ടായി പിന്നെയും പിന്നെയും ഉണ്ടാക്കി തരുന്നു, എത്ര പൈസ തന്ന്. സുധാകര ഈ ലെവലില് പോവാശ ഇത് നടക്കണ കേസല്ല കേട്ടോ. ഈ ലെവലിലാണെങ്കിൽ ഇപ്പോ നടക്കണ കേസൊന്നും അല്ലല്ലോ. അപ്പൊ എന്റെ മോളെ കണ്ണീര് പിടിപ്പിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നീ എന്തായാലും ചെല്ല്. ഇനിയിപ്പോ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാ പിന്നെ അത് ആരാണ് എന്താണ് മരോനാണ് എന്തൊക്കെ പറയേണ്ടി വരും. അതിനൊക്കെ എന്നെ കൊണ്ട് വയ്യ. മരോനായും പോയി, എന്ത് പറയാനാ. പണിക്കും പോവില്ല, കുട്ടികളെയും നോക്കില്ല, നാടിനും വീടിനും അപമാനമായിട്ട് ഇങ്ങനെ നടക്കുക. എന്ത് ചെയ്യാനാ? പണിക്ക് പോവില്ല വെച്ചാൽ എന്ത് ചെയ്യാം? ചിലപ്പോ പറയും പെയിന്റ് പണിക്ക് പോവാണെന്ന്, ചിലപ്പോ പറയും വേറെ എന്തെങ്കിലും പണിക്ക് പോവാണെന്ന്. കുടുംബം നോക്കണം എന്നുള്ള ചിന്ത ഇല്ല, മക്കളും കുട്ടികളും ഉണ്ടെന്നുള്ള ചിന്ത ഇല്ല. എന്നിട്ട് ഇരക്കാനും പിരക്കാനും മാസം മാസം ഇങ്ങോട്ട് കയറി വന്നോളൂ. നാശം.